വെക്കരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ബൽഅമുനു ബഊറായി. ആ ബൽഅമിന് പറ്റിയതെന്താണ്? ഇബാദത്തിന്റെ കുറവല്ല, നിസ്കാരത്തിന്റെ കുറവല്ല, അതേ ദിക്റിന്റെ കുറവല്ല, ഒന്നിന്റെയും കുറവല്ല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊരുത്തക്കേടാണ്. ആ മഹാനായ മൂസാ നബിയോട് മൂസാ നബിയോട് സൂഉല്ലദബ് കാട്ടി, അനാദരവ് കാട്ടി. അതുകൊണ്ടാണ് ബൽഅം പിഴച്ചുപോയത്, ഇബ്ലീസ് പിഴച്ചുപോയത്. ഇബാദത്തിന്റെ കുറവുകൊണ്ടല്ല, ഇൽമിന്റെ കുറവുകൊണ്ടല്ല. വലിയ ആലിമായിരുന്നു, വലിയ ഒരുപാട് കോടിക്കണക്കിന് മലക്കുകൾക്ക് ദർസ് നടത്തിയ ആളായിരുന്നു. പക്ഷേ ഇബ്ലീസ് പിഴച്ചുപോയി. കാരണം എന്താണ്? മഹാനായ ആദം നബി അലൈഹിസ്സലാം, ആദം നബിയുടെ ഗുരുത്തക്കേടാണ്, ആദം നബിയുടെ പൊരുത്തക്കേടാണ്, അദബ് കേടാണ്. ഓ പ്രിയപ്പെട്ട മോമിനെ, അപ്പൊ നമ്മൾ എത്ര വലിയ പ്രവർത്തകരാണെങ്കിലും, എത്ര വലിയ ഇബാദത്തിന്റെ അഹ്ലുകാരാണെങ്കിലും, ഒരു ചെറിയ അദബ് കേട് വന്നാൽ, ഒരു മഹാനായ തങ്ങളെ നിർമ്മിച്ച് സംസാരിച്ചാൽ, ഇകഴ്ത്തി സംസാരിച്ചാൽ, കുറവാക്കി സംസാരിച്ചാൽ, അത് മാത്രം മതി നമ്മുടെ ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകാൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ അഹ്ലുബൈത്ത്. ആരാണ് അഹ്ലുബൈത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അഹ്ലുബൈത്തിന്റെ ബഹുമാനം അവിടുന്ന് പറഞ്ഞു, ഇന്നി താരിക്കും ഫീക്കും അൽ ഖലീഫത്തൈൻ. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചിട്ട് പോകുന്നു. ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകില്ല. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട അവിടുത്തെ പ്രശോഭിതമായ മുഖം അതൊന്ന് കാണണം. ആ മുഖം കണ്ടതിന്റെ ശേഷം അല്ലാഹുവിന്റെ മുഖദ്ദസത്തായ റാത്ത് കാണണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിങ്ങളെത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകില്ല, നിങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകില്ല. ആ രണ്ട് കാര്യങ്ങൾ എന്താണ്? കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്ന കാലത്തോളം സമുദായമേ നിങ്ങൾ പിഴച്ചു പോകില്ല. പിന്നെയുള്ളതേതാണ്? വഇത്റതി അഹ്ലു ബൈതി. ഇമാം ഇബ്നു അബീ ശൈബ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എന്റെ കുടുംബമാണ് രണ്ടാമത്തെ സംഗതി. ഒന്ന് പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തത് എന്റെ പേരക്കുട്ടികൾ, എന്റെ പേരക്കിടാങ്ങൾ, എന്റെ ശേഷം വരുന്ന എന്റെ മക്കൾ. ആ മക്കളെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകില്ല, നിങ്ങളതാ നഷ്ടപ്പെടുകയില്ല. ഇവിടെ എന്തെല്ലാം ഫിത്നകൾ വന്നാലും, എന്തെല്ലാം ബിദ്അത്തുകൾ വന്നാലും, എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ വന്നാലും നിങ്ങൾ പിഴക്കാതിരിക്കണോ? പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുക, എന്റെ കുടുംബത്തെ മുറുകെ പിടിക്കുക, അഹ്ലു ബൈത്തിനെ മുറുകെ പിടിക്കുക. മതലു അഹ്ലി ബൈത്തി, എന്റെ കുടുംബത്തിന്റെ ഉപമ, എന്റെ പേരമക്കളുടെ ഉപമ കസഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. എന്താണ് ആ കപ്പലിന്റെ പ്രത്യേകത? ലോകമെമ്പാടും വെള്ളപ്പൊക്കമാണ്.
അടുപ്പുകളിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ച കാലമാണത്. എല്ലായിടത്തും വെള്ളം. ഇന്ത്യയിൽ വെള്ളമാണ്, അഫ്ഗാനിസ്ഥാനിൽ വെള്ളമാണ്, അങ്ങനെ ഭൂലോകത്ത് മുഴുവനും വെള്ളമാണ്. കഅബ ശരീഫിന്റെ സമീപത്ത് മാത്രം വെള്ളം കയറിയിട്ടില്ല, അല്ലാത്ത എല്ലായിടത്തും ഭൂമിയിൽ വെള്ളമാണ്. ആ വെള്ളപ്പൊക്കം തൂഫാനുണ്ടായപ്പോൾ ഇവ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിന്റെ മുകളിൽ, മലയുടെ മുകളിൽ അതാ കപ്പൽ നിർമ്മിച്ചു. ആ കപ്പലാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം. ആ കപ്പലിൽ കയറിയവർക്ക് രക്ഷപ്പെടാം. കപ്പലിൽ കയറണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന നൂഹർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് വിശ്വസിക്കണം. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസികൾക്ക് മാത്രമാണ് അതിൽ രക്ഷയുള്ളത്. അല്ലാത്തവർക്ക് അവിടെ കയറാൻ കഴിയില്ല. കയറിയില്ലെങ്കിലോ മുങ്ങിച്ചാവുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാണ് ആ കപ്പലിന്റെ പ്രത്യേകതയെങ്കിൽ, അഥവാ ആ കപ്പലിൽ കയറിയവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാത്തവരെല്ലാം മുങ്ങി ചത്തുപോകും. ഇതുപോലെയാണ് എന്റെ അഹ്ലു ബൈത്ത്. അഥവാ ഓ സമുദായമേ, നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ, ആഖിറു സമാനാകുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ ബിദ്അത്തുകൾ വർദ്ധിച്ചു വരും, കള്ളുകുടി വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും, ഫിത്നകൾ വർദ്ധിക്കും. അങ്ങനെ തൂഫാൻ എന്ന വെള്ളപ്പൊക്കം പോലെ ഈമാനിന്റെ എതിരാളികൾ ഇവിടെ നിറഞ്ഞൊഴുകുമ്പോൾ, ഫിത്ന നിറഞ്ഞൊഴുകുമ്പോൾ എവിടെയും രക്ഷയില്ലാതെ നിങ്ങളത് ആ പരിഭ്രാന്തരാകുമ്പോൾ ഈ അഹ്ലു ബൈത്താകുന്ന കപ്പല്, എന്റെ പേരക്കുട്ടികളാകുന്ന കപ്പല്, ആ കപ്പലിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതെ, അതുകൊണ്ടല്ലേ SSFകാരായ നമ്മൾ, SYSകാരായ നമ്മൾ മഹാനായ ശൈഖുനാ താജുൽ ഉലമാ തങ്ങളാകുന്ന ആ കപ്പലിൽ കയറിയത്, അവിടുത്തെ മുറുകെ പിടിച്ചത്, മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങളെ മുറുകെ പിടിക്കുന്നത്, പണക്കാട് സദാത്തുക്കളെ മുറുകെ പിടിക്കുന്നത്. നമ്മളാരെയും ചീത്ത പറയാറില്ല, ഒരു തങ്ങളെയും നാം ചീത്ത പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ പരിപാടിയുമല്ല. ഞാൻ പറയട്ടെ, തെറ്റിദ്ധരിച്ചു പോയ വല്ല മോമിനീങ്ങളുമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. കാന്തപുരം ഉസ്താദോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ, അതേ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന, താജുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ അതാ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ, സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു തങ്ങളെ ചീത്ത പറഞ്ഞതായി ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ പറയുന്നതല്ല, കാന്തപുരം ഉസ്താദ് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. നമ്മുടെ ആദർശമാണത്. അത് വെച്ചുകൊടുത്താൽ കാന്തപുരം ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഒരു തങ്ങളെയും നമ്മൾ ചീത്ത പറയാറില്ല. അത് നമ്മുടെ പരിപാടിയല്ല. ഒരിക്കലും ഒരു തങ്ങളെയും ചീത്ത പറയാൻ പാടുള്ളതല്ല. മഹാനായ കാന്തപുരം ഉസ്താദ് പറയുന്നത് 11 മഹാന്മാരായ സയ്യിദന്മാരെയും ബഹുമാനിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തട്ടെ. ഇപ്പോ ഇവർക്ക് അവസാനത്തെ ഒരടവ് പാണക്കാട്ട് തങ്ങന്മാരെ കുറ്റം പറയുന്നത്, പാണക്കാട്ട് തങ്ങൾ തന്നെ അംഗീകരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെലിമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ ഉലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല.
ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. കണ്ടോ, നമ്മുടെ പരിപാടിയല്ല അത്. തെളിയിക്കാൻ ഇലാ യൗമിൽ ഖിയാമ ഒരാൾക്കും സാധ്യമല്ല. കാരണം നമ്മുടെ ആശയം ഏത് തങ്ങളാണെങ്കിലും ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന തങ്ങളാണെങ്കിലും തങ്ങൾക്ക് ബഹുമാനമുണ്ട്. തങ്ങന്മാരെ ആദരിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലു ബൈത്തിന്റെ ബഹുമാനമാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാണ് അഹ്ലു ബൈത്തിനെ കുറിച്ച് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, അവ്വലു മൻ അസ്ഫൗ ലഹു യൗമൽ ഖിയാമത്തി അഹ്ലു ബൈത്തി. നാളെ പാരത്രീക ലോകത്ത് വെച്ച് ഞാൻ ആദ്യമായി ശുപാർശ ചെയ്യുന്നത് എന്റെ അഹ്ലു ബൈത്തിന് വേണ്ടിയായിരിക്കും. മുസ്ലിമേ, നീയും ഞാനും എപ്പോഴും ഭയപ്പെടണം. ഒരു തങ്ങളെ നാം ചീത്ത പറയുമ്പോൾ, ഉള്ളാളം തങ്ങളെ ചീത്ത പറയുമ്പോൾ, ചീത്ത പറയുന്നവരുടെ സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ, മോനെ ഞാനും നീയും ചിന്തിക്കേണ്ടതെന്താണ്? റബ്ബേ, ആ തങ്ങളുടെ ഉപ്പാപ്പാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ പ്രസംഗിക്കുന്ന എന്റെ ഉപ്പാപ്പയോ ഏതോ ഒരു നായര് അല്ലെങ്കിൽ ഏതോ ഒരു തീയന് അല്ലേ? വെളിയങ്കോട് മർക്കാദി തങ്ങൾ പറഞ്ഞതുപോലെ വാസുലൂക്കുമോ മിൻ ഖബ്ലു നായം വത്തിയറൂ ആശാരി മോശാരി. ഇതല്ലടോ എന്റെയും നിന്റെയും പരമ്പര. അതേസമയം താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, മഹാന്മാരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഈ തങ്ങന്മാരുടെ ഉപ്പാപ്പയാരാണ്? സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എടോ ചിന്തിക്കണം, തങ്ങന്മാരെ കുറ്റം പറയുന്ന സീഡി കേൾക്കുമ്പോ, ആ എഴുതിയ പുസ്തകം വായിക്കുമ്പോ ഒരു വേള ചിന്തിക്കണേ മുസ്ലിമേ, ആ തങ്ങളൊരു തെറ്റ് ചെയ്താൽ തന്നെ, ഏത് തങ്ങളാകട്ടെ, ആ തങ്ങളൊരു തെറ്റ് ചെയ്താൽ തന്നെ, ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിലുള്ള എന്റെ മകൻ ആ മകൻ ഒരു തെറ്റ് ചെയ്താൽ, ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനം ചെയ്താൽ, എനിക്ക് ആ കുട്ടിയോട് ചിലപ്പോൾ ആ സമയത്ത് വെറുപ്പുണ്ടാകും, ദേഷ്യമുണ്ടാകും. പക്ഷേ ആ എന്റെ പേരക്കിടാവ് അതാ അടുപ്പിന്റെ ഭാഗത്തേക്ക്, അടുക്കളയിലേക്ക് പോയി, ചെറിയ മോന് അടുപ്പിൽ നിന്ന് തീക്കനൽ കയ്യിലേക്ക് എടുക്കുമ്പോ ഞാൻ ഓടി ചെല്ലുകയാണ്, കുട്ടിയെ എടുക്കുകയാണ്. കാരണം എനിക്കിഷ്ടമില്ലാത്തത് ചെയ്ത മോനാണെങ്കിലും ആ മോന്റെ ശരീരത്തിൽ തീ പൊള്ളിക്കൂടാ. ഉപ്പാപ്പയായ എന്റെ മനസ്സ് പടച്ചില്ലേ, എന്റെ മനസ്സ് അരിഞ്ഞില്ലേ, എന്റെ റഹ്മത്ത് കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയല്ലേ. എന്റെ പേരക്കിടാവ് ഒരു ദിവസം എന്റെ മുഖത്ത് നോക്കി എന്നെ ചീത്ത പറഞ്ഞാൽ തന്നെയും ആ പേരക്കിടാവിനെ ടൗണിൽ വെച്ച് അതാ മറ്റു ചിലര് പിടിച്ച് തല്ലുമ്പോൾ, കുത്തുമ്പോൾ ദൂരെ നിന്നത് കാണുന്ന സമയത്ത്, എന്റെ പേരക്കിടാവിനെ തല്ലുന്നത് കാണുമ്പോ എന്റെ മനസ്സനുവദിക്കുമോ? ഞാനതിലിടപെടില്ലേ? എന്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അവർക്കെതിരെ ശബ്ദിക്കില്ലേ? അവരെ തല്ലാൻ ഒരുമ്പെടില്ലേ? ഇതെന്റെ മാനസികാവസ്ഥയാണെങ്കിൽ, നിങ്ങളുടെ മാനസികാവസ്ഥയാണെങ്കിൽ ആലോചിക്കൂ മുസ്ലിമേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായ മക്കള് അവരെന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തെങ്കിൽ തന്നെ ആ പേരക്കുട്ടികളെ ഈ ദുനിയാവിലെ തീയിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ
ഇടാൻ ഉപ്പാപ്പ സമ്മതിക്കുമോ? ഉപ്പാപ്പ അനുവദിക്കുമോ? ഉപ്പാപ്പ സ്വർഗം വട്ടക്കണ്ണി പിടിച്ചുദ്ഘാടനം ചെയ്ത് അതാ എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന സമയത്ത് സ്വന്തം മക്കളെ നരകത്തിൽ ഇടാൻ അനുവദിക്കുമോ? അതാണ് അവിടുന്ന് പറഞ്ഞത്, അവ്വലു മൻ അശ്ഫഉ ലഹു യൗമൽ ഖിയാമത്തി അഹ്ലു ബൈത്തി. ഞാൻ ആദ്യമായി പാരത്രീക ലോകത്ത് വെച്ച് ശുപാർശ ചെയ്യുന്നത് എന്റെ പേരക്കുട്ടികളെയാണ്, എന്റെ അഹ്ലു ബൈത്തിനെയാണ്. മൻ ആദാ അഹ്ല ബൈത്തി ഫഖദ് ആദാനി വലാ തുദൂനി ഫീ അഹ്ലി ബൈത്തി. ഓ സമുദായമേ, നിങ്ങൾ എന്റെ അഹ്ലു ബൈത്തിനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ, അവരെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ. അങ്ങനെ ചീത്ത പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെയാണ് ചീത്ത പറയുന്നത്, നിങ്ങൾ എന്നെയാണ് അവഹേളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മുസ്ലിമേ, ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു ചെറിയ തങ്ങളെയും ഒരു വലിയ തങ്ങളെയും ഒരു പ്രസിദ്ധിയുള്ള തങ്ങളെയും പ്രസിദ്ധിയില്ലാത്ത നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരനായ തങ്ങളെയും കച്ചവടക്കാരനായ തങ്ങളെയും അതുപോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന തങ്ങളെയും എല്ലാവരും നബി തങ്ങളുടെ മക്കള്, എല്ലാവരും അഹ്ലു ബൈത്ത്, എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരെയും ആദരിക്കുക. അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അതാ അവിടുന്ന് ഒരു ദിവസം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇദമാ യുരീദുല്ലാഹു അൻ യുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതക്കിറകും തത്ഹീറാ എന്ന ആയത്ത്. ആ ആയത്ത് അവതരിക്കാൻ ചില പശ്ചാത്തലങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ദിവസം ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഖാലത് ഫീ ബൈതി നസലത്, എന്റെ വീട്ടിലാണ് ഇറങ്ങിയത്, അഥവാ എന്റെ വീട്ടിലുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്ത് ഇറങ്ങിയത്. ഏത് ആയത്ത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത്. നിശ്ചയമായി അല്ലാഹു ഉദ്ദേശിക്കുന്നത് അഹ്ലുബൈത്തായ നിങ്ങളെ, നബിതങ്ങളുടെ പേരക്കുട്ടികൾ, നബിതങ്ങളുടെ കുടുംബം, ആ കുടുംബത്തെ നിന്ന് റിജ്സിനെ ഇല്ലായ്മ ചെയ്യാനും വയുതക്കിറകും തത്ഹീറാ, നിങ്ങളെ ശുദ്ധീകരിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് നബിതങ്ങൾ എന്റെ വീട്ടിലുള്ളപ്പോഴാണ് ഇറങ്ങിയത്. ആ സമയത്ത് വഫിൽ ബൈത്തി, എന്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഫാത്തിമത്തു റളിയല്ലാഹു അൻഹാ, ഒന്ന് ഫാത്തിമ ബീവിയാണ്, വഅലിയുൻ, രണ്ടാമത്തത് അലി ഇബ്നു അബീ ത്വാലിബ്, വൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, 4 പേരുമാണ് എന്റെ വീട്ടിലുള്ളത്. ഫജല്ലലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഫഹല്ലലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികിസാഇൻ കാന അലൈഹി, നബിതങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കരിമ്പിടത്തിന്റെ ഒരു ഷാള്, ഒരു പുതപ്പ്, ആ പുതപ്പ് കൊണ്ട് ഈ 4 പേരെയും, ഫാത്തിമ ബീവിയെയും അലി ഇബ്നു അബീ താലിബ് തങ്ങളെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും 4 പേരെയും നബിതങ്ങളുടെയും തല ഉൾക്കൊള്ളുന്ന നിലക്കൊന്നിങ്ങ് പുതച്ചു. സുബ്ഹാന, എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഹൗലാഇ അഹ്ലു ബൈത്തി, ഇതാണ് എന്റെ അഹ്ലു ബൈത്ത്, അഥവാ അലി ഇബ്നു അബീ ത്വാലിബ്, ഫാത്തിമത്തു സഹ്റാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, ഫഅദ്ഹിബ് അൻഹും الرجس വതഖിറുഹും തത്ഹീറാ എന്ന് നബിതങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ നബിതങ്ങളുടെ അഹ്ലു ബൈത്തായ ഫാത്തിമ ബീവിയുടെ, അബീ താലിബ് തങ്ങളുടെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ വരുന്നവർ അവരാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിന് വലിയ ബഹുമാനമുണ്ടെന്നും അവരെ പരിഗണിക്കണമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ലാ അസ്അലുക്കും,
അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്താണ് ആ വാക്ക്? അതുപോലെ ഈ അഹ്ലു ബൈത്തിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ മാത്രം ഖുൽ, നബിയേ തങ്ങൾ പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം എത്തിച്ചു തന്നതിന്റെ പേരിൽ, ഈമാൻ എത്തിച്ചു തന്നതിന്റെ പേരിൽ. ആലോചിക്കണം, ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ലോകം അടക്കി ഭരിക്കാനുള്ള അധികാരമല്ല, അമേരിക്കൻ പ്രസിഡന്റാകലല്ല, മറിച്ച് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ ഈമാനാണ്. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ പ്രസിഡന്റാകാൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ, കർണാടകയുടെ മുഖ്യമന്ത്രിയാകാൻ കുറെ ആളുകൾ വോട്ട് ചെയ്ത് സഹകരിച്ചാൽ, സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ, മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നയാൾ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ശേഷം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതാ എല്ലാവർക്കും നന്ദി പറയുകയാണ്, നിങ്ങൾ എന്നെ വിജയിപ്പിച്ചതിന് 1000 നന്ദി. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അദ്ദേഹം അവർക്ക് നൽകുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തൊരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈമാൻ നൽകലാണെങ്കിൽ, ആ ഈമാൻ എത്തിച്ചു തന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളോട് അല്ലാഹു പറയുന്നു, നബിയേ പറയൂ സമുദായത്തോട്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, നിങ്ങൾക്ക് ഹിദായത്ത് എത്തിച്ചു തന്ന വകയിൽ, ഈമാൻ എത്തിച്ചു തന്ന വകയിൽ നിങ്ങൾ എനിക്കൊന്നും തരേണ്ടതില്ല, ഒരു പ്രതിഫലവും തരേണ്ടതില്ല, ഞാൻ നിങ്ങളോടൊരു കൂലിയും ചോദിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കണം, എന്റെ കുടുംബത്തെ നിങ്ങൾ പരിഗണിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, നബി തങ്ങൾ ഈ ഉമ്മത്തായ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ കുടുംബത്തെ നിങ്ങൾ പരിഗണിക്കണം. ഓ മുസ്ലിമേ, അതില്ലാതെ നമ്മളെ അഹ്ലു ബൈത്തിനെ നിന്ദിച്ചാൽ കാര്യം കഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് പറയട്ടെ, ചില ആളുകൾക്കൊരു സൂക്കേടുണ്ട്. എന്താണ്? അവർ ചില തങ്ങന്മാരെ പറ്റി പറയും, അയാൾ തങ്ങളല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഒരാളെ കുറിച്ച് തങ്ങളാണോ അല്ലേ നമ്മളത് അന്വേഷിക്കാൻ പോകേണ്ടതില്ല, അല്ലെങ്കിൽ വിമർശിക്കാൻ പോകേണ്ടതില്ല. അതേസമയം ഞാൻ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് ആ കുടുംബത്തിൽപ്പെടാത്ത ഒരാൾ ആവശ്യപ്പെടുന്നത് നബിയോട് ചെയ്യുന്ന വലിയ ധിക്കാരമാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ ഒരാൾ അദ്ദേഹം തങ്ങളായി പ്രസിദ്ധനാണെങ്കിൽ ആ തങ്ങളുടെ സനദ് ചോദിക്കാൻ നമ്മൾ പോകേണ്ടതില്ല. സൂഉൽ അദബാണത്, അനാദരവാണത്. ഒരു തങ്ങളെയും തങ്ങളല്ലെന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ കർണാടകയിലൊക്കെ പലപ്പോഴും വരുന്ന ദിക്ർ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ തങ്ങളാണ് കൂരിക്കുഴി തങ്ങള്. അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ആ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആ മഹാനായ തങ്ങളെ കുറിച്ച് ഒരാൾ പ്രസംഗിച്ച CD ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അയാൾ മുജാഹിദല്ല, അയാൾ ജമാഅത്തെ ഇസ്ലാമി അല്ല, അയാൾ തബ്ലീഗ് ജമാഅത്തുമല്ല, സുന്നി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കുറ്റപ്പെടുത്താൻ പറയുകയല്ല. സാധാരണക്കാരത് കേട്ട് അയാൾ വലിയ പണ്ഡിതനല്ലേ, അയാൾ വലിയ ഖുർആൻ അറിയുന്ന ആളല്ലേ, അയാൾ ഖുർആൻ ക്ലാസ് നടത്തുന്ന ആളല്ലേ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ആ തങ്ങൾക്കെതിരെ ശബ്ദിച്ചു പോയാൽ
കല്യാണ വീട്ടിലിരുന്ന്, മരിച്ച വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ അങ്ങാടിയിലിരുന്ന് പങ്ങന്മാരെ കുറ്റം പറഞ്ഞാൽ, അതാ വിഷം അറിയാതെ കുടിച്ചാൽ ആ വിഷം ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നത് പോലെ മനുഷ്യ നീ അറിയാതെയാണെങ്കിലും പങ്ങന്മാരെ കുറ്റം പറഞ്ഞാൽ നീ നഷ്ടപ്പെട്ടവനായി പോകും. ഒരാളൊരു വിഷം, ഒരു കുപ്പിയിലുള്ള വിഷം, ആ വിഷം വെള്ളമാണെന്ന് നിലക്ക് കുടിച്ചാൽ, മരുന്നാണെന്ന് നിലക്ക് കുടിച്ചാൽ, ആ വിചാരം കൊണ്ട് മാത്രം, അഥവാ ഇത് മരുന്നാണെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം ഈ വിഷം ശരീരത്തിൽ എഫക്ട് ചെയ്യാതിരിക്കില്ല, അപകടമുണ്ടാക്കാതിരിക്കില്ല. അറിയാതെയാണെങ്കിലും വിഷം ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ അതാ പണ്ഡിതനാണെന്ന് ധരിക്കുന്ന ഒരാള് അദ്ദേഹം പറഞ്ഞാലും അത് വിശ്വസിച്ചാൽ സാധാരണക്കാരാ, നിന്റെ ആത്മീയത്തിനെ ബാധിക്കും. അത് നിന്റെ ശരീരത്തിന്, നിന്റെ ആത്മാവിന് അത് എഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാതെ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തുകയല്ല. പണ്ഡിതന്മാരൊരിക്കലും സ്റ്റേജുമ്മ കയറിയിട്ട് ചീത്ത പറയുന്നവരായി അതപ്പതിക്കരുത്. പണ്ഡിതന്മാരിൽ നിന്ന് സാധാരണക്കാര് പ്രതീക്ഷിക്കുന്നത് അതല്ല. തലപ്പാവുള്ള പണ്ഡിതന്മാർ, താടിയുള്ള പണ്ഡിതന്മാർ, വെള്ള ഡ്രസ്സണിഞ്ഞ പണ്ഡിത വേഷത്തിലുള്ളവർ, അവരെ കുറിച്ച് ഇവിടെയുള്ള മുസ്ലിമീങ്ങള് മുസ്ലിം പണ്ഡിതന്മാരാണെന്നാണ് ധരിക്കുന്നത്. ആ പണ്ഡിതന്മാരാണെന്ന് ധരിക്കുന്ന അമുസ്ലിമീങ്ങൾ പോലും ധരിക്കുന്ന പണ്ഡിത വേഷത്തിലുള്ള ആളുകള് സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് ടൗണിൽ നിന്ന് അമുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് താജുലുലമയെ കുറ്റം പറഞ്ഞാൽ, മറ്റു പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ, ഇവിടെയുള്ള അമുസ്ലിമീങ്ങള് ഇതാണ് ഇസ്ലാം എന്നല്ലേ ധരിക്കുക. അവർ പിന്നെ ഇസ്ലാമിലേക്ക് ആകർഷിക്കലെങ്ങനെ? അവരെങ്ങനെ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സംഘടനാ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മസല തർക്കങ്ങൾ ഉണ്ടാകാം. അതൊന്നും റോട്ടിലേക്ക് വലിച്ചിഴച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിഷേകം നടത്തരുത്. ഒരു സാധാരണക്കാരൻ ഒരു പണ്ഡിതനെ കുറിച്ച് ദൈവത്ത് പറയുമ്പോ മോനെ നീയത് പറയല്ല എന്ന് ഉപദേശിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പങ്ങന്മാരെ കുറ്റപ്പെടുത്തുന്ന സാധാരണക്കാരനോട് മോനെ അങ്ങനെ പറയാൻ പാടില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കുറ്റം പറയാൻ പാടില്ല എന്ന് ഉപദേശിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പോരാ, ഒരു തങ്ങളെ കുറിച്ച് അയാൾ എന്ത് തങ്ങളാണ്, അയാൾ തങ്ങളല്ല, അയാൾ ദ്വീപിലേക്ക് പോയയാണ്, ഇങ്ങനെയല്ലേ കൂരിക്കുഴി തങ്ങളെ കുറിച്ച് ഒരു മുസ്ലിയാരെന്ന് പറയുന്ന ഒരാൾ പ്രസംഗിച്ചത്. ഓ മുസ്ലിമേ, ഞാൻ പറയട്ടെ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു തങ്ങളെ കുറിച്ച് തങ്ങളല്ലെന്ന് പറയാൻ പാടുണ്ടോ? എന്താണ് ഇമാമുകൾ പഠിപ്പിച്ചത്? അങ്ങനെ ആ നിലയ്ക്ക് അത് ഹേളിക്കാൻ പാടില്ല. അതിന്റെ പര്യവസാനം എന്താണെന്നറിയുമോ? കേട്ടിട്ടില്ലേ നിങ്ങൾ? സമർത്ത് ബൽഖ് എന്ന പ്രദേശത്ത് ഒരു പാവപ്പെട്ട സയ്യിദുണ്ടായിരുന്നു. നബി തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആ പേരക്കുട്ടിയായ തങ്ങള് ഒരു ദിവസം, ആ തങ്ങള് വളരെ പാവപ്പെട്ട തങ്ങളാണ്. തങ്ങളിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന നല്ല മനുഷ്യൻ, വളരെ സാമ്പത്തികമായി ക്ലേശമുള്ള മഹാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബൽഖ് എന്ന പ്രദേശത്ത് വളരെ പാവപ്പെട്ട ഒരു തങ്ങള്, ഒരുപാട് പെൺമക്കളാണ് അവർക്കുള്ളത്. ഒരു ഭാര്യയും ഒരുപാട് പെൺമക്കളും. വളരെ കഷ്ടപ്പെട്ട് ദൈനംദിന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ തങ്ങള് ചെറിയൊരു ചെറ്റക്കുടിലാണ് താമസിക്കുന്നത്. ആ തങ്ങൾ ഒരു ദിവസം മരണപ്പെട്ടു. പിന്നെയുള്ളത് ഭാര്യയും ഈ പെൺമക്കളുമാണ്. ബൽഖ് എന്ന പ്രദേശത്താണ് ജീവിക്കുന്നത്. ഈ ബീവി ചിന്തിക്കുന്നു, റബ്ബേ, ഇനി ഞാൻ എന്ത് ചെയ്യും?
എന്റെ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടുപോയി. ഇനി ഞാൻ എന്റെ ഈ പൈതം മക്കളെ, ഈ കിടാക്കളെ, ഈ പെൺമക്കളെ ഞാൻ എന്ത് ചെയ്യും? ഇവരെ എങ്ങനെ ഞാൻ മംഗലം കഴിച്ചു കൊടുക്കും? ഇവരെ എങ്ങനെ ഞാൻ പോറ്റി വളർത്തും? ആ മഹതിയായ ബീവി ചിന്തിക്കുന്നു. ഈ നാട്ടുകാര് ഇവര് തങ്ങന്മാരെ കുറിച്ച് ബോധമുള്ളവരല്ല, സദാത്തുക്കളെ ബഹുമാനിക്കുന്നവരല്ല.